നമസ്കാരം, ഞാൻ അമ്മു ഔസേപ്പച്ചൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സർസൈസ് നമ്പർ 4, അബ്ഡമൻ റൊട്ടേഷൻ. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 എക്സർസൈസുകൾ നമ്മൾ കാല് ചേർത്ത് വെച്ചാ ചെയ്തതെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാല് കുറച്ചൊന്ന് ഗ്യാപ്പ് എടുക്കുവാണ്. കുറച്ച് ഗ്യാപ്പ് കാല് ഇട്ടിട്ട് നമ്മൾ കൈ വീണ്ടും എക്സർസൈസ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചേണു. ഇങ്ങനെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കുക കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ലൂസാക്കി പിടിക്കുവല്ല, ഇങ്ങനെ സ്റ്റൈലാക്കി പിടിക്കുവല്ല, ഇങ്ങനെ ബോഡി ഒടിച്ചിട്ടില്ല. ബോഡി നിവർന്ന് നിന്ന് കൈ ഇങ്ങനെ നല്ല വൃത്തിക്ക് പിടിച്ചേക്കുവാണ്. അത്യാവശ്യം അത് കാണുമ്പോ തന്നെ ഒരു ബലമൊക്കെ തോന്നണം, അല്ലാതെ നമ്മളെ കാണുമ്പോ തന്നെ അയ്യോ ചത്തേ ചതഞ്ഞേ എന്ന് പറഞ്ഞ് നിൽക്കരുത്. കാണുമ്പോ തന്നെ ഒരു എനർജി നമുക്ക് തന്നെ ഒരു സെൽഫായിട്ട് ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു മിററൊക്കെ നോക്കിയാണ് ആ എക്സർസൈസ് ചെയ്യുന്നതെങ്കിൽ കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്കേ ഫീൽ ചെയ്യണം, നമ്മളൊരു ഡാൻസർ ആണ് എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ കൈ ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഇതും ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? തക്ക് ദി മീ തക്ക് ദി മീ തക്ക് ദി മീ തക്ക് ജോ നോ റിവേഴ്സ് തക്ക് ദി മീ തക്ക് ദി മീ തക്ക് ദി മീ തക്ക് ജനു. ഇതാണ് അബ്ഡമൻ റൊട്ടേഷൻ. ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ അബ്ഡമൻ റൊട്ടേഷൻ ആയതുകൊണ്ട് ഈ ഒരു ബോഡി പാർട്ടാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. അതല്ലാതെ ഇത് മൊത്തത്തിലെല്ലാം കൂടി ബോഡി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊണ്ടുവരരുത്. ഈ ഒരു ബോഡി പാർട്ട് മാത്രം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ നമ്മള് ഓൾറെഡി എത്തി നിൽക്കുന്നത് 4 പൊസിഷൻസിലേക്കാണ്. ആദ്യമേ നമ്മളുടെ ആംഗിൾ റൊട്ടേഷൻ കഴിഞ്ഞു, നീ റൊട്ടേഷൻ കഴിഞ്ഞു, കാല് ലിഫ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞു. ഇപ്പതാ കാല് ഗ്യാപ്പ് കൊടുത്ത് ഒരു അബ്ഡമൻ റൊട്ടേഷൻ. ഇതെന്തായാലും ഈസി ആയിട്ടുള്ള ഒന്ന് തന്നെയാ. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങളിൽ കുറേ മാറ്റങ്ങൾ ഫിസിക്കലായിട്ട് സംഭവിക്കും. നിങ്ങൾ കുറേ എനർജറ്റിക് ആവും. അപ്പൊ പ്രാക്ടീസ് ചെയ്യൂ. അടുത്ത എക്സസൈസ് ആയിട്ട് കാണും വരയ്ക്കും. നന്ദി, നമസ്കാരം.